നമസ്കാരം. കുറച്ച് വർഷങ്ങൾക്ക് ശേഷം പൗരത്വ നിയമ ഭേദഗതി നിയമം പിന്നെയും കുത്തിപ്പൊക്കിക്കൊണ്ടുവരികയാണ് കേന്ദ്രം. ഇപ്പോൾ ഇതാ പൗരത്വ ഭേദഗതി നിയമം അടുത്ത 7 ദിവസത്തിനുള്ളിൽ രാജ്യത്താകെ നടപ്പാക്കുമെന്നാണ് കേന്ദ്രമന്ത്രി ശാന്തനു താക്കൂർ പറഞ്ഞത്. വളരെ അപ്രതീക്ഷിതമായി ഞെട്ടിക്കുന്ന പ്രസ്താവനയാണ് അവരുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിരിക്കുന്നത്. അടുത്ത 7 ദിവസത്തിനുള്ളിൽ CAA നടപ്പാക്കിയിരിക്കുമെന്ന് നിങ്ങൾക്ക് ഉറപ്പു നൽകുന്നു. പശ്ചിമ ബംഗാളിൽ മാത്രമല്ല രാജ്യത്തെ എല്ലായിടത്തും ഈ നിയമം നടപ്പാക്കുമെന്നും മന്ത്രി പറഞ്ഞു. 24 പർഗാനാസിലെ കാഗ ദ്വീപിൽ ഒരു പൊതുയോഗത്തിൽ പങ്കെടുക്കുമ്പോഴായിരുന്നു ശാന്തനുവിന്റെ പ്രഖ്യാപനം. പശ്ചിമ ബംഗാളിലെ ബാൻഗാവിൽ നിന്നുള്ള MP-യും കേന്ദ്രമന്ത്രിയുമാണ് ശാന്തനു താക്കൂർ. പൊതു തെരഞ്ഞെടുപ്പ് അടുത്തു വരുമ്പോഴാണ് ഇത്തരമൊരു പ്രഖ്യാപനം കൂടി വന്നിരിക്കുന്നത്. ഇതിലൂടെ എന്താണ് അവർ ലക്ഷ്യം വെക്കുന്നത്? ഇന്ത്യയിലെ ന്യൂനപക്ഷത്തെ ഓടിക്കാനോ അതോ മുസ്ലിം വിഭാഗത്തെ പിന്തള്ളാനോ? തീർച്ചയായും ഇത് മുസ്ലിം ജനതയ്ക്കുള്ള അടിയാണ് അവർ ആഹ്വാനം ചെയ്യുന്നത്. അതേപോലെ ക്രൈസ്തവരോട് അവരുടെ നാട്ടിലേക്ക് മടങ്ങാനും BJP പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇതൊക്കെ? മതേതരത്വം എന്ന് നമ്മൾ എപ്പോഴും പറയുന്നത് എന്തിനാണെന്ന് ഇപ്പോൾ മനസ്സിലായി കാണുമല്ലോ. 2014 വരെ കുടിയേറിയവരെയും ഇന്ത്യൻ പൗരത്വം ഇല്ലാത്തവരെയും അവർ പട്ടികയിലേക്ക് ചേർക്കും. ഏത് പട്ടികയാണത്? പൗരത്വം നൽകാം എന്നതിലേക്ക്. അപ്പോൾ അതിനുശേഷം വന്നവരുടെ അവസ്ഥ എന്താണ്? സ്വന്തം നാട് വിട്ട് അല്ലെങ്കിൽ അവിടുന്ന് പലായനം ചെയ്തു വന്ന ആളുകൾ, സ്വന്തമായിട്ട് ഒന്നുമില്ലാത്തവർ 5 മുതൽ 10 വർഷം വരെ പണിയെടുത്ത് കഷ്ടപ്പെട്ട് ജീവിക്കുമ്പോൾ എന്തിന്റെ അടിസ്ഥാനത്തിലാണ്? ഒറ്റ ഉത്തരമേ ഉള്ളൂ: ഇന്ത്യയെ ഹിന്ദുത്വ രാജ്യമാക്കുക. അതിന് ഹിന്ദുക്കളല്ലാത്ത എല്ലാവരെയും നാട് കടത്തുക. 10 വർഷത്തെ കാലയളവ് പരിഗണിക്കുമ്പോൾ അതിൽ നിന്ന് അവർ തീരുമാനിക്കും ആരെയൊക്കെയാണ് തള്ളിക്കളയേണ്ടതെന്ന്. BJPക്ക് അനുകൂലമല്ലാത്ത ന്യൂനപക്ഷ വിഭാഗങ്ങളെ ഓടിക്കുക, അതാണ് അവരുടെ പ്രധാന ലക്ഷ്യം. ഇത്രയൊക്കെ കലാപം നടക്കുന്നതിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് പറയാൻ കഴിയും ക്രൈസ്തവരും ഇസ്ലാം വിശ്വാസികളും മോദിക്കും RSSനും എതിരെ തിരിയും. അങ്ങനെ വരുമ്പോൾ തിരഞ്ഞെടുപ്പിൽ ഇവർക്ക് ഭൂരിപക്ഷം കുറയും. ന്യൂനപക്ഷത്തിന്റെ വോട്ട് കിട്ടുകയും വേണം, അവരെ പീഡിപ്പിക്കുകയും വേണം. ഒരു പ്രത്യേക മതവിഭാഗത്തെ പറഞ്ഞാൽ പ്രതികൂലമായി ബാധിക്കുമെന്നും അതിനെ ന്യായീകരിക്കാൻ ഒന്നുമില്ലെന്നും അറിയാവുന്നത് കൊണ്ടാണ് ഒരു അമ്പലട്ടയം പോലെ ന്യൂനപക്ഷത്തിനെ മുഴുവനായും അവർ ഒരു കുടക്കീഴിൽ അണിനിർത്തുന്നത്. കഴിഞ്ഞ വർഷം ഡിസംബറിൽ പൗരത്വ നിയമം ഭേദഗതിയിൽ നടപ്പാക്കുമെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ പറഞ്ഞിരുന്നു. BJPയുടെ കേന്ദ്രമന്ത്രിമാരാണ് ഈ നിയമം നടപ്പാക്കിയത്. ആർക്കും അതിനെ തടയാനില്ലെന്നും അദ്ദേഹം അന്നേ പറഞ്ഞിരുന്നു. എന്നാൽ ബംഗാളിൽ മമതാ ബാനർജി CAA ശക്തമായി എതിർത്തിട്ടുണ്ട്. ബംഗാളിൽ ഈ നിയമം നടപ്പാക്കാൻ തയ്യാറല്ലെന്ന് നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോഴാണ് കേന്ദ്രത്തിന്റെ നേരിട്ടുള്ള ഇടപെടൽ. ഇനി ആർക്ക് എന്താണ് ചെയ്യാൻ കഴിയുന്നത്? ജനാധിപത്യം എന്ന് പറയുന്നത് വാക്കുകളിൽ മാത്രമാണോ എന്ന് സംശയിക്കേണ്ടത് ഇവിടെയാണ്. ഇതേ തുടർന്നാണ് അമിത് ഷാ മറുപടിയുമായി എത്തിയത്. പൗരത്വ നിയമവുമായി മുന്നോട്ട് പോവുകയാണ് അവരുടെ പ്ലാൻ. വേഗത്തിൽ തന്നെ അത് നടപ്പിലാക്കുകയും ചെയ്യും. തൃണമൂലിനെ 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ജനങ്ങൾ പരാജയപ്പെടുത്തുമെന്നും എങ്കിൽ അക്രമ പരമ്പരകളെല്ലാം അവസാനിക്കുമെന്നും അമിത് ഷാ പറഞ്ഞു. ഇന്ത്യ മുഴുവൻ ആക്കുമെന്നാണ് പറയുന്നത്. പക്ഷെ ഇതൊന്നും കേരളത്തിൽ വിലപ്പോകില്ലെന്ന് നേരത്തെ തന്നെ കേരള സമൂഹം പറഞ്ഞിട്ടുണ്ട്. ഇനിയും അത് തന്നെ പറയുകയും അതിൽ ഉറച്ചു നിൽക്കുകയും ചെയ്യും. BJP ഭരിക്കുന്ന നാടുകളിൽ ഇതൊന്നും അല്ലായിരിക്കും അവസ്ഥ. മറ്റുള്ളവരെ ഓരോന്നും അടിച്ചേൽപ്പിക്കുമ്പോഴാണ് ഇന്ത്യയിൽ BJP പൂർണ്ണമാകുകയുള്ളൂ എന്ന് വിശ്വസിക്കുന്നവരോട് കേരളത്തിൽ ഇതിനെതിരെ ശക്തമായ പ്രതിഷേധങ്ങൾ ഉണ്ടാവുമെന്ന് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്.